ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ, ഒരാഴ്ചത്തെ വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ആഴ്ചയും ഈ മാസമൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൈമായിരുന്നു. സ്കൂൾ റീഓപ്പണിൻ്റെ സമയമാണ് മക്കൾക്ക്. പിന്നെ എനിക്ക് സ്കൂൾ ക്ലോസിങ്ങിൻ്റെ സമയമാണ്. കുഞ്ഞാറ്റ സ്കൂളിൽ പോയി തുടങ്ങി. LKG ചേർത്തു കേട്ടോ അവൾ തന്നെ. അപ്പോൾ അവൾ പോയി തുടങ്ങി. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രിപ്പറേഷൻസും വർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിൻ്റെയും മേലെ ഇതുക്കും മേലെ എന്ന് പറയുന്നത് ഇവിടെ സമ്മർ തുടങ്ങി, നല്ല ചൂടാണ്. അങ്ങനെ ഉച്ച നേരത്തൊക്കെയാണ് ഞാൻ സാധാരണ കുക്കിങ്ങൊക്കെ തീർക്കാറ്. ഒരു ഉച്ചയോട് കൂടിയിട്ട്, അതൊരു 3 മണി 4 മണി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ആ സമയത്തൊക്കെ നല്ല ചൂടാണ്. കുഞ്ഞ് അടുക്കള ആയതുകൊണ്ടും സർക്കുലേഷൻ ശരിക്കും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടും, വെള്ളവും ചൂട്, പുറത്തും ചൂട്, അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ലേറ്റ് ആയിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ പിന്നെ ഒട്ടും സമയമില്ല മക്കളുടെ കാര്യം നോക്കാനും. പിന്നെ ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം കൂടി വരുമ്പോൾ കുക്കിങ്ങും പിന്നെ സ്കൂളിലെ വർക്കും എല്ലാം കൂടി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ടായിട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വീഡിയോസ് എഡിറ്റ് ഇടലും നിർത്തി. അപ്പോൾ ആ സമയം നമുക്ക് ഇതിനായിട്ടൊക്കെ യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട്, എല്ലാത്തിനും നമുക്ക് സമയം വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗാന്ധിജി പറഞ്ഞ പോലെ 24 hours എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമുണ്ട്. നമുക്ക് തോന്നും കുറച്ചേ ഉള്ളൂ എന്ന്. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ, പ്ലാൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫ്രൈഡേ അതുപോലെ തന്നെ സൺഡേ ആയിട്ട് 2-4 കറികൾ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി എക്സ്ട്രാ സമയം കിട്ടി ബാക്കി വർക്കിംഗ് ഡേയ്സിൽ ഇങ്ങനെ മക്കളുടെ കൂടെ ആയിരിക്കാനും എൻ്റെ വർക്കുകൾ ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇപ്പോൾ മോൾക്ക് ഫാൻസി ഡ്രസ്സായിരുന്നു സ്കൂളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂം അന്വേഷിച്ച് പോയതാണ്. റിബൺസ്, അതുപോലെ തന്നെ റെഡ് ചാർട്ട്, ഫോം ഷീറ്റ്, ചാർട്ട് പേപ്പർ, ഗ്ലൂ ഒക്കെ വാങ്ങി. ആദ്യം നമ്മൾ സ്റ്റിക്കി ഗ്ലൂ കൊണ്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അത് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗ്ലൂ സ്റ്റിക്ക്, ഞാൻ ആക്സസറീസ് ഉണ്ടാക്കുന്നുണ്ട്, ഹെയർ ബെൻസും റബ്ബർ ബാൻഡ്സും ക്ലിപ്സൊക്കെ. അപ്പോൾ അതിന് വാങ്ങിയ ഒരു ഗ്ലൂ ഉണ്ടായിരുന്നു, നല്ല സ്ട്രോങ് ആണ്. അത് വാങ്ങി ഒട്ടിച്ചു. പിന്നെ പോരാത്തന്നെ ഒന്ന് സ്റ്റേപ്ലർ ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഞാനും മക്കളും കൂടി ഉണ്ടാക്കി. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പീച്ചപ്പാണ് ഉണ്ടാക്കിയത്. പീച്ചപ്പം വെറുതെ കൊടുത്താൽ അവർ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചാൽ ഒരു കുറുക്കുണ്ടാക്കി അരിപ്പൊടി കൊണ്ട് ശർക്കര ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ സ്കൂളിൽ പോയി. ഞങ്ങൾ 5:50 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. 5:55 ആകുമ്പോൾ നമുക്ക് ബസ് വരും. അങ്ങനെ പോയി വന്നു. ചില ദിവസങ്ങളിൽ റോയ്സിന് രാവിലെ സമയം കിട്ടില്ല, മക്കളെ ആക്കിയിട്ടാണ് പോവുക. പക്ഷേ ആ സമയത്ത് സ്കൂൾ ബസ് ലേറ്റൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആക്കി ഇവിടെ വന്ന് പിന്നെ മാറിപ്പോകാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആൾക്ക് ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് രാവിലെ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു. അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ വന്നതിന് ശേഷം ഫുഡ് ആദ്യം തന്നെ മെയിനായിട്ട് വിശന്നായിട്ടാവും ഞങ്ങളെല്ലാവരും കൂടി വരിക. 2:30 ആവും വീട്ടിലെത്തുമ്പോൾ. അങ്ങനെ വന്ന് വേഗം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം മക്കൾ TV കാണും. അതിന് ശേഷം ഇവിടെ മെയിനായിട്ട് വേഗം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വയ്ക്കാനേ ഉള്ളൂ. ഒന്ന് കൊട്ടി കുടഞ്ഞ് മടക്കി വെച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം കിടക്കൂട്ടെ. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഉച്ച നേരത്ത് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞങ്ങൾ കിടക്കും. പിന്നെ ഇന്നിപ്പോൾ ഈ ദിവസങ്ങളിൽ മിക്ക ദിവസം 2 ദിവസം കൂടുമ്പോൾ മോൾക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. 1-2 ദിവസം ഇവിടെ ആയിരുന്നു കേട്ടോ. ബാക്കി ദിവസങ്ങളിലൊക്കെ വേറെ ഫ്രണ്ട്സിൻ്റെ പല വീടുകളിൽ നമ്മൾ കൊണ്ടാക്കി കൊടുക്കും. പിന്നെ പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ സ്കൂളിൽ സെക്രട്ടറി സ്കൂളാണ്. അവിടെ പണ്ട് പഠിച്ചായിരുന്ന ഒരു എക്സ് സ്റ്റുഡൻറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ ഫേമസ് ജാക്ലിൻ ഫെർണാണ്ടസ് ആയിരുന്നു. ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ കുട്ടികളെ മീറ്റ് ചെയ്യുന്ന അസംബ്ലി സമയത്താണ് വന്നത്. അപ്പോൾ അമ്മ കുട്ടികളായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ക്ലിപ്പാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ കൂടെയൊക്കെ ഫോട്ടോസ് എടുത്തു. കുറച്ച് നേരമൊക്കെ അവരെ കണ്ടു. അങ്ങനെ കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്തു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാനായിട്ട്. ആളും അതേപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, പ്ലീസിങ് ആയിരുന്നു, ഭയങ്കര സിമ്പിളായിരുന്നു. നമ്മൾ ഇത്രയും വലിയൊരു ആക്ട്രസിന് ആണെന്നുള്ള ഒരു ജാടയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ആക്ട്രസ് ആയിരുന്നേ. അപ്പോൾ അത് കണ്ടു. പിന്നെ പള്ളിയിൽ വന്നായിരുന്നു. പള്ളിയിൽ വന്നൊന്നും ഞങ്ങൾ കണ്ടില്ല. ആൾക്ക് സ്കൂളിലെ 1-2 ടീച്ചേഴ്സിനെ പരിചയമുണ്ട്. ബാക്കി എല്ലാവരും മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ടത്തെ ടീച്ചേഴ്സ് 1-2 പേരേ ഉള്ളൂ. അപ്പോൾ ആളിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു. അത് നല്ലൊരു പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. ജാക്ലിൻ ഇവിടെ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ജൂനിയർ സെഷനും പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് സീനിയർ സൈഡും ടീച്ചേഴ്സിനെ എല്ലാവരെയും കണ്ടിട്ട് ആളങ്ങനെ പോയി. പിന്നെ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ ഞങ്ങൾ ഇംഗ്ലീഷ് മാസിൻ്റെ സമയത്താണ് കേട്ടോ. നാളുടെ അമ്മയ്ക്ക് എന്തോ ഒരു മാസം ഉണ്ടായിരുന്നു പള്ളിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്.
അങ്ങനെ അങ്ങനെ ഒരു ആക്ട്രസിനെ നമുക്ക് കാണാൻ പറ്റി. നാട്ടിൽ നമ്മുടെ മലയാളി ആക്ടേഴ്സിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നസെൻറ്റിൻ്റെ പേരക്കുട്ടികളിലൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അന്ന സോണിറ്റും ഇന്നസെൻറ്റ് സോണിറ്റ് അങ്ങനെയായിട്ട്. പിന്നെ നമ്മുടെ ഇടവേള ബാബുവിനെ കണ്ടിട്ടുണ്ട്. കുറേ പേര് കണ്ടിട്ടുണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ. അതുപോലെ ആ ചുറ്റുവട്ടത്തൊക്കെ ഇരിഞ്ഞാലക്കുടിയാണ് ഞങ്ങളുടെ നാട്. ഇപ്പോൾ കാണാറുണ്ട്. ബോളിവുഡ് ആക്ടേഴ്സിനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരാഴ്ചത്തെയാണ് കേട്ടോ ഇത് മുഴുവൻ കഴിഞ്ഞത്. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, വിൽസൺ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കൂടെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വർക്കൊക്കെ തീർത്ത് ആൾ തിരിച്ചു പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഈ ആഴ്ച ഫിനിഷായി. ഇതൊക്കെയാണ് ഈ ഒരാഴ്ചത്തെ ഒരു വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത ആഴ്ചത്തെ വിശേഷം കാണാം. ഇത് ലാസ്റ്റ് ഈ തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേയിൽ നമുക്ക് കവാലി ചേർച്ചില്ലേ, കത്തീഡ്രൽ ചേർച്ച് ഇവിടുത്തെ, അവിടെ ആനിവേഴ്സറി പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി കാണാം, മക്കൾക്ക് ഡാൻസൊക്കെ കാണാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടെ പോയി. നല്ല റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് തന്നെ എല്ലാ പ്രോഗ്രാംസും കണ്ടു. വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. എന്നാൽ ശരിക്കും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പോയൊരു സ്പേസാണ്. അപ്പോൾ അവിടെ അതൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ഓപ്പൺ സ്പേസിലിരുന്ന് കാണേണ്ട ഒരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. നാട്ടിലൊക്കെ നമുക്ക് ഈ പൂരത്തിനും അതുപോലെ പെരുന്നാൾക്കൊക്കെ നമ്മൾ പുറത്തിരുന്ന് പ്രോഗ്രാം കാണുന്ന ഒരു ഫീലായിരുന്നു. ഇതുവരെ നമ്മൾ മനാമ ചേർച്ചിൽ അകത്തായിരുന്നു കേട്ടോ. ഹാളിൻ്റെ ഉള്ളിലും പള്ളിയുടെ ഉള്ളിലൊക്കെയാണ് പ്രോഗ്രാം കാണാറ്. ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ ഞാൻ ഇവിടെ ബഹ്റൈനിൽ വന്നിട്ട് പ്രോഗ്രാം കാണാൻ പോയിട്ടില്ല. അതൊക്കെ കണ്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ പിന്നെ ഇനി കിടക്കുകയല്ലേ വേണ്ടു. പിന്നെ നെക്സ്റ്റ് ഡേ ഫ്രൈഡേ ആയതുകൊണ്ടും അധികം സമയമൊന്നും ആയിട്ടില്ല. 10:45 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് പോന്നു. 11 മണിയായപ്പോൾ പോന്നു കേട്ടോ. 10:45 കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പോന്നപ്പോൾ 11 മണിയായി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഈ ആൽബ അലുമിനിയം ഫാക്ടറി ഉണ്ടായിരുന്നില്ലേ, ഇൻഡസ്ട്രി, അതിൻ്റെ പകൽ എടുത്ത വീഡിയോസ് ഞാനിതിൽ കുറച്ച് നാൾ മുന്നേ ഇട്ടായിരുന്നു. അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ശരിക്കും ഒരു പാലസ്, നമ്മുടെ മൈസൂർ പാലസ് അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു പാലസ് കണ്ട പോലെ തോന്നലാണ്. ഭയങ്കരമായിട്ട് ലൈറ്റിംഗ് ഒക്കെ ഇട്ട് ഇതൊരു ഇൻഡസ്ട്രിയാണെന്ന് തോന്നിയില്ല. അത്രയും ലൈറ്റിങ്സ് ഒക്കെ ഇട്ട് മാല ബൾബ് നമ്മൾ പെരുന്നാൾക്കും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊരു സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കത്തീഡ്രൽ ചേർച്ച്. ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് പള്ളി ദൂരേന്ന് കാണുമ്പോൾ ഒരു നല്ല വ്യൂ ആയിരുന്നു. ഒരു ഗോപുരം പോലെ നല്ലൊരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറായിരുന്നു. അത് നല്ല രസമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ്, ബൈ.